നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിർദ്ദേശം ലംഘിച്ച് സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഇലക്ഷൻ കമ്മീഷൻ നീക്കി തുടങ്ങി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാദാപുരം മേഖലയിൽ പോലീസ് പരിശോധന കർശനമാക്കി. പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ കലയുടെ കേളീരവങ്ങൾ ഉയരുന്നു. സ്കൂൾ കലോത്സവങ്ങൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. നിർദ്ദേശം ലംഘിച്ച് സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നീക്കി തുടങ്ങി. ടെലിഫോൺ പോസ്റ്റുകളിലും വൈദ്യുത പോസ്റ്റുകളിലും സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളുമാണ് നീക്കാൻ ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഉദ്യോഗസ്ഥർ നീക്കി തുടങ്ങി. തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇലക്ഷൻ ഉദ്യോഗസ്ഥനായ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇലക്ട്രിക് പോസ്റ്റുകളിലും ടെലിഫോൺ പോസ്റ്റുകളിലും സർക്കാർ കെട്ടിടങ്ങളിലും മറ്റും സ്ഥാപിച്ച ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അഴിച്ചുമാറ്റാത്തവയാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് നീക്കം ചെയ്തത്. തൂണേരി ബ്ലോക്കിൽപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലുള്ള പോലീസ് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, പിന്നെ ആശുപത്രി കോമ്പൗണ്ട് ഇതുപോലുള്ള പൊതു സ്ഥാപനങ്ങളിലുള്ള എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇവരോട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ കൊണ്ട് നേരിട്ട് നീക്കം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നാദാപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി NB പ്രജിതയുടെ ഒന്നാംഘട്ട പര്യടന പരിപാടി ആരംഭിച്ചു. വ്യാഴാഴ്ച നാദാപുരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നാദാപുരം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി NB പ്രജിതയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വ്യാഴാഴ്ച പര്യടനം നടത്തിയത്. പ്രചരണ പരിപാടികളിൽ LDF നേതാക്കളായ TC ഗോപാലൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് P വസന്തം, രജീന്ദ്രൻ കപ്പള്ളി എന്നിവർ സംസാരിച്ചു. കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളായി മത്സരിക്കുന്ന ഞങ്ങളെ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങളിലെയും സാമൂഹ്യമായ പ്രവർത്തനങ്ങളിലും നിങ്ങളിൽ ഒരാളായി രംഗത്തിറങ്ങി പ്രവർത്തിപ്പിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇവിടെ മത്സരിക്കുന്ന K നാണുവേട്ടനും അതുപോലെ തന്നെ 10ാം വാർഡിലേക്ക് മത്സരിക്കുന്ന ചാന്ദിനേച്ചിക്കും ബ്ലോക്ക് മത്സരിക്കാനിരിക്കുന്ന C കുമാരേട്ടനും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനിരിക്കുന്ന എനിക്കും നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം. വാർഡിലേക്ക് മത്സരിക്കാനിരിക്കുന്ന ചാന്ദിനേച്ചിക്കും അതുപോലെ തന്നെ നാണുവേട്ടനും ചുറ്റികാരുവാൾ നക്ഷത്രത്തിനും C കുമാരേട്ടനും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്കും അരുവാൻ നൃത്തത്തിന്റെ ആളത്തിനും വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പിന്നാലെ മകനും മത്സരരംഗത്ത്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമാരായ P ഷാദുലി, സഫിയ ഷാദുലി എന്നിവരുടെ മകനായ മുനീർ മാസ്റ്ററാണ് മത്സരരംഗത്തുള്ളത്. നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് മുനീർ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ശ്രദ്ധേയമാവുന്നത് രക്ഷിതാക്കളുടെ പേരിലാണ്. നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ P ഷാദുലിയുടെയും സഫിയ ഷാദുലിയുടെയും മകനാണ് മുനീർ മാസ്റ്റർ. 10 വർഷക്കാലം പിതാവും അതേപോലെ തന്നെ 5 വർഷക്കാലം മാതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്നുള്ളൊരു അനുഭവം എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെള്ളിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. 2 ദിവസമായി നടക്കുന്ന മത്സര പരിപാടികളിൽ ആവേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്.
സുരക്ഷിതമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നാദാപുരം പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ ബോംബ് സ്ക്വാഡ് തെരച്ചിൽ നടത്തി. കല്ലാച്ചിയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് നാദാപുരം മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുന്നത്. നാദാപുരം സിഐയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത്. കല്ലാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിന് പരിസരത്ത് നടന്ന റെയ്ഡിൽ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായില്ല. തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി കർശനമായ പരിശോധനകളാണ് നാദാപുരം മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഇലക്ഷനോടനുബന്ധിച്ചുള്ള റെയ്ഡാണ്. റെയ്ഡിൽ നിന്ന് ഡോഗിനെയും പിന്നെ കൂടുതൽ സ്ട്രെങ്ത് വെച്ച് ചെയ്തതേ ഉള്ളൂ. ഇൻഫർമേഷൻസ് ഉണ്ട് ഈ റബ്ബർ തോട്ടത്തിൽ ബോംബ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അതേ കണക്ക് നാദാപുരം സർക്കിൾ ലിമിറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് തന്നെ വളയത്ത് ഭാഗത്ത് മുടവന്തേരി മറ്റു പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ റെയ്ഡ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സാധനങ്ങളൊന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ കാണും. കഴിഞ്ഞ കാലങ്ങളിൽ ഇത് വെച്ച് നോക്കുമ്പോൾ നാദാപുരത്തും പരിസരത്തും എപ്പോഴും എക്സ്പ്ലോസീവ്സ് ഐറ്റംസ് ഇഷ്ടം പോലെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെയ്ഡ് ഇന്ന് തുടർന്ന ദിവസങ്ങളിലും കാണും. മൈൻ സീപ്പർ എന്ന് പറയുന്ന സാധനമായിട്ട് പോലീസ് കോഴിക്കോട് സ്പെഷ്യൽ സ്ക്വാഡ് വരും. അതും കൂടെ വെച്ചുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർദ്ദേശം ലംഘിച്ച് സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഇലക്ഷൻ കമ്മീഷൻ നീക്കി തുടങ്ങി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാദാപുരം മേഖലയിൽ പോലീസ് പരിശോധന കർശനമാക്കി. പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ കലയുടെ കേളീരവങ്ങൾ ഉയരുന്നു. സ്റ്റാർ വിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും. സ്റ്റാർ വിഷൻ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ അഡ്രസ് www.starvisiontvonline.com. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.